ഡെഡ്പൂൾ ആരാണ്, വോൾവറിൻ ആരാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി പറയേണ്ട കാര്യമില്ല. ഡെഡ്പൂൾ ഫസ്റ്റ്, സെക്കൻഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വോൾവറിൻ്റെ ക്യാരക്ടർ ഇൻക്ലൂഡ് ആയിട്ടുള്ള എക്സ്മെൻ മൂവീസ് ആവശ്യം പോലെ ഇറങ്ങിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള സംഗതികളാണ്. ഇപ്പോൾ ഉള്ള സംഗതി ഫോക്സ് സ്റ്റുഡിയോ ഡിസ്നി ആയിട്ട് മാറി. ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഡെഡ്പൂളും വോൾവറിനും കൂടെ ചേർന്ന് ആദ്യത്തെ MCU മൂവി വരികയാണ്. അനൗൺസ്മെൻറ്റ് തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാവരും. ഞാനൊക്കെ ഈ കോമിക്കിൻ്റെ അത്ര കട്ട ഫാനല്ല എങ്കിൽ പോലും MCU കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിലുള്ള ലോക്കി സീരീസ് അങ്ങനെയുള്ള നല്ല കൊള്ളാവുന്ന സീരീസുകളൊക്കെ കണ്ട് ഇത് ചെയ്ത് പോകുന്നുണ്ട്. ഈ പടത്തിനകത്ത് എക്സ്മെനകത്തുള്ളതും മാർവലിൻ്റെ കോമിക്കിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അവർ ക്യാമിയോ വരുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട ആൾക്കാരെയൊന്നും എനിക്കറിയത്തില്ല. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഡ്പൂൾ 1ഉം 2ഉം കണ്ട് ഡെഡ്പൂളിൻ്റെ ഒരു വലിയ ഫാനാണ്. അതേപോലെ തന്നെ വോൾവറിൻ ടിൽ ലോഗൻ വരെ കണ്ടിട്ട് ഹ്യൂഗ് ജാക്ക്മാൻ ആസ് എ വോൾവറിൻ അത് ഒരു ഭയങ്കര വലിയൊരു ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പം നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇത് ജൂലൈ 22 പുറത്തൊക്കെ റിലീസായപ്പോഴത്തേക്ക് എൻ്റെ റിവ്യൂ മറ്റു കാര്യങ്ങളും ക്രിട്ടിക്സ് റിവ്യൂ ഒക്കെ വന്നു. അത്ര വലിയൊരു പ്രതീക്ഷയൊന്നും വെക്കണ്ട, ഭയങ്കര വലിയ സംഭവമൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു. അപ്പം MCUവിൽ എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാൻ കണ്ടത് സ്പൈഡർമാൻ്റെ നോ വേ ഹോം ആയിരുന്നു. അതായത് എൻഡ് ഗെയിമിന് ശേഷം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി കണ്ട സിനിമ അത് മാത്രമാണ്. അതിനുശേഷം വന്ന സീരീസുകളായിക്കോട്ടെ പടങ്ങളായിക്കോട്ടെ നമുക്കൊന്നും ഒരു വലിയ പ്രതീക്ഷയ്ക്ക് വക ഉണ്ടാക്കുന്ന ഒരു സാധനം ഒന്നും തന്നില്ല. സോ മാർവൽ ജീസസ് വന്നു, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. റയൻ റെയ്നോൾഡ്സ്, ഹ്യൂഗ് ജാക്ക്മാൻ. ഇതിനകത്ത് ഒരുപാട് ക്യാമിയോ വരുന്നുണ്ട്. ഞാൻ ആരെയൊന്നും പറയുന്നതല്ല, സ്പോയിലർ ആക്കുന്നില്ല. പടം മൊത്തത്തിൽ എങ്ങനെയുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പടം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും IMAX-ൽ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ IMAX-ലാണ് കണ്ടത്. IMAX 3D വാസ് ഓസം, ഒരു രക്ഷയില്ല. ഞാൻ അവതാർ IMAX 3Dയിൽ കണ്ടതിന് ശേഷം ഇത്രയും IMAX-ൽ എൻജോയ് ചെയ്തൊരു മൂവി ഇതാണ്. ഇതിനിടയിൽ 1-2 പടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും IMAX 3Dയിൽ ഏറ്റവും ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഡെഡ്പൂളിൻ്റെ ഏറ്റവും സിഗ്നേച്ചറായിട്ടുള്ള സംഗതി അതാണല്ലോ. അത്ര ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള രക്തം തെറിക്കുള്ള ഫൈറ്റ്, ഗൺ ഷോട്ട്സ്, അതേപോലെ ഉള്ള റേറ്റഡ് ജോക്സ്, ഇപ്പോൾ അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ജോക്സ്, വെർബൽ അബ്യൂസിങ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ. നമുക്ക് എല്ലാ എത്തിക്സും സാധനങ്ങളും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നിട്ട് ഒരു 2 മണിക്കൂർ നേരം പച്ചവരാതം കണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ള ഒരവസ്ഥയാണ് ഡെഡ്പൂൾ സിനിമകളിൽ പൊതുവിലുള്ളത്. എൻ്റർടൈൻമെൻറ്റ് അത് തന്നെയാണ് പടം. എന്തിനാണോ നമ്മൾ ഡെഡ്പൂൾ സിനിമ കാണുന്നത് അത് ആ ഒരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു മൂവി തന്നെയാണത്. പിന്നെ ഇപ്പോൾ വോൾവറിനും കൂടെ ഉള്ളത് ഒരു ബോണസ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പടം കാണേണ്ടത്. അതിനേക്കാൾ ഉപരി MCUവിൽ വന്നേക്കുന്ന ഈ അടുത്തിറങ്ങിയേക്കുന്ന പടങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ബെറ്റർ മൂവി തന്നെയാണ്. പടത്തിൻ്റെ ഡയറക്ടർ ഷോൺ ലെവി. ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 സിനിമകൾ, ലാസ്റ്റ് ഇറങ്ങിയ 2 സിനിമകളും അതിൻ്റെ മെയിൻ ക്യാരക്ടർ റയൻ റെയ്നോൾഡ്സ് തന്നെയായിരുന്നു. സോ അപ്പോൾ അവർ രണ്ടുപേരും നല്ല ജെല്ലാണ്. അതിൻ്റെ ഒരു ഗുണം ഈ പടത്തിന് ഉണ്ടായിട്ടുണ്ട്. ഡെഡ്പൂളിൻ്റെ കഴിഞ്ഞ ഡയറക്ടേഴ്സ് അല്ല ഈ പടം ഇത് ചെയ്യുന്നത്. കൂടുതൽ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഡയറക്ടറിനെ ബേസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഹോളിവുഡ് സിനിമകൾ അങ്ങനെയല്ല, പ്രൊഡ്യൂസർ ആയിരിക്കും മെയിൻ. പ്രൊഡ്യൂസർ റൈറ്റ്സ് വാങ്ങുന്നു, പുറത്തുനിന്ന് വേറെ റൈറ്റേഴ്സുമായിട്ട് കൊളാബ് ചെയ്യുന്നു, വേറെ ഡയറക്ടർ വരുന്നു. അങ്ങനെയാണല്ലോ അവരുടെ ഹോളിവുഡ് പടങ്ങൾ. ഇപ്പോൾ MCUവിലെ പടങ്ങൾ തന്നെ പലരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ ഒരു ഭയങ്കര വലിയൊരു ടീം, ഇതിനകത്ത് ഒരാൾ കേന്ദ്രീകരിച്ച് ഒരാളുടെ അതൊന്നും അല്ലല്ലോ വരുന്നത്. പഴയ ഡെഡ്പൂൾ 1ഉം 2ൻ്റെയും ഒരു എഫക്റ്റ് ഒന്നും കുറയ്ക്കാതെ തന്നെ അതേ ഡെഡ്പൂളിനെ തന്നെ ഇതിനകത്ത് ആവശ്യം പോലെ ഡെഡ്പൂളുകളുണ്ട്. 1, 2 എന്നല്ല. മൾട്ടിവേഴ്സ് ആകുമ്പോൾ അറിയാം അത്ര അധികം ആളുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. നല്ലൊരു ഫൺ വാച്ചാണ്. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാർവൽ സിനിമകൾ കണ്ടിട്ട് നമ്മൾ പറയുന്ന അതേ ഡയലോഗുകളെല്ലാം ആശാൻ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് വന്ന് ആവശ്യത്തിന് എല്ലാവരെയും ഊക്കുന്നുണ്ട്. സെൽഫ് ട്രോളുണ്ട്, വോൾവറിനെ കളിയാക്കുന്നുണ്ട്, MCU ആയിട്ട് ബന്ധപ്പെട്ട സകലമാന ആളുകൾക്കും പണി കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഓറയാണ് ഡെഡ്പൂളായിട്ട് റയൻ റെയ്നോൾഡ്സ് വരുമ്പോഴത്തേക്ക്. ആ ഒരു സാധനം എൻജോയ് ചെയ്യാൻ തന്നെയാണ് ആളുകൾ പടത്തിന് പോകുന്നത്. പിന്നെ കഴിഞ്ഞ എക്സ്മെൻ പടങ്ങളെല്ലായിരുന്നു ഒന്നും ബ്രഷപ്പ് ചെയ്ത് ലോക്കി സീസൺ 1ഉം 2ഉം ഒക്കെ കണ്ട്. കാരണം പടത്തിനകത്ത് TVA വരുന്നുണ്ട്, അതേപോലെ കോണ്ടുമാനിയ, അങ്ങനെ പല പരിപാടികൾ ഇതിനകത്ത് ഈ പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഒന്നും ബ്രഷപ്പ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്താണ് TVA എന്ന് ജസ്റ്റ് ബേസിക് അറിഞ്ഞിരിക്കുക. ലോക്കി സീസൺ 1 കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ ലോക്കി സീസണിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ലോഗൻ, ലാസ്റ്റ് വോൾവറിൻ്റെ മൂവി, അത് കണ്ടിരിക്കുക. പിന്നെ ബേസിക്കലി എക്സ്മെനകത്തുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് അറിയാം. വോൾവറിൻ ആരാണെന്ന് അറിയാം. ഡെഡ്പൂൾ 1ഉം 2ഉം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പടത്തിന് പോകാം. ഒരു ഫൺ വാച്ചാണ്. രക്തം തെറിക്ക സംഭവം ഇருக்கு. അടിപൊളിയാണ്. പോയി കാണാം. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ബൈ.